ഹലോ ഫ്രണ്ട്സ്, ജെസിസ് വേർഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ KK കോണം എന്ന സ്ഥലത്താണ്. ഇവിടെ യുവ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചറൽ ഫാമിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഹലോ അനസ്, ഗുഡ് മോർണിംഗ്. നമ്മളെ ഈ യുവ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ മാർട്ട് തുടങ്ങിയിട്ട് എത്ര നാൾ? യുവ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 20 കൊല്ലത്തോളമായി. നമ്മൾ 20 കൊല്ലത്തോളമായി. നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ ആയിട്ടുള്ളൂ. നമ്മൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ജില്ലകളിലും വെച്ചാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ 21ഓളം ബ്രാഞ്ചുകളുണ്ട്. ബ്രാഞ്ചുകൾ എന്ന് വെച്ചാൽ സബ്ബുകൾ അടക്കമാണ് 21 ബ്രാഞ്ചുകൾ. നമുക്ക് 14 ജില്ലകളിൽ ഇപ്പം 12 ജില്ലകളിലെ സാന്നിധ്യമുണ്ട്. സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട് വരെ നമുക്കിപ്പോൾ ഏകദേശം ഉണ്ട്. ഇനി കണ്ണൂർ, കാസർഗോഡ് കൂടെ മാത്രമേ ഉള്ളൂ. അതും തുടങ്ങണം. അതെ, അത് തുടങ്ങണം. അതൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആയ ഒരു ഫാമാണ്. നമുക്ക് ഇത് മാത്രമല്ല, നമുക്കിപ്പം ഒരുപാട് നഴ്സറികൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സറികൾ നമുക്ക് ഏത് രീതിയിൽ തളർന്നു കിടക്കുന്ന നഴ്സറികൾ, അതുപോലെ തന്നെ കച്ചവടം ഇല്ലാത്ത നഴ്സറികൾ, അതിനൊക്കെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമല്ലാത്ത സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് രീതികളെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർ കെയർ നമ്പറുണ്ട്. 95 44 500 500 എന്ന് പറയുന്ന കസ്റ്റമർ കെയർ നമ്പറുണ്ട്. നമുക്ക് കേരളത്തിലെ എല്ലാ ഫാമുകളുടെയും ഡീറ്റെയിലും കാര്യങ്ങളും, അതുപോലെ തന്നെ സ്റ്റോക്കുകളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ അതിലും അറിയിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ നമുക്ക് എല്ലാ തരത്തിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നഴ്സറികൾ, ബ്രാഞ്ചുകളും സബ്ബുകളും നമ്മൾ പല ഭാഗത്തും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആരുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് കൈകോർത്തുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സബ്ബുകളും ബ്രാഞ്ചുകളും നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ യുവ കർഷക അഗ്രികൾച്ചർ ഫാമിന് ഫ്രൂട്ട്സിൻ്റെ പല വെറൈറ്റികളും പുതിയ ഐറ്റംസുകൾ ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരുപാട് വെറൈറ്റികൾ, അതെ, ഒരുപാട് വെറൈറ്റികളാണ്. തീർച്ചയായും ഒരുപാട് വെറൈറ്റികളാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊല്ലം ടൗൺ ബേസ് ചെയ്തിട്ട് നമ്മുടെ യുവ കർഷക അഗ്രികൾച്ചർ ഫാമിന്റെ ഒരു സബ് ഉടൻ തന്നെ വരുന്നതാണ്. അധികം വൈകാതെ അധികം വൈകാതെ തന്നെ ഉടൻ വരും. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ടിങ് ആവും. അതിന്റെ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ്, ഈ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സിനേക്കായി അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കും. എക്സോട്ടിക് ഫ്രൂട്ട്സ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരാതെ നമ്മുടെ രാജ്യത്ത് തന്നെ കൃഷി ചെയ്ത് അവർ കഴിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. അനസേ, നമ്മുടെ ഈ ഫാമിന്റെ ഒരു ലൊക്കേഷൻ, ഈ ഫാമിന്റെ ലൊക്കേഷൻ എന്ന് വെച്ചാല് നമ്മൾ തിരുവനന്തപുരം കൊല്ലം ബോർഡറില് പാരിപ്പള്ളി ചടയമംഗലം റൂട്ടില് പള്ളിക്കൽ KK കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. അതായത് നമുക്ക് ഈ തിരുവനന്തപുരം ബ്രാഞ്ചാണ്, ഇത് തിരുവനന്തപുരം കൊല്ലത്തിനുള്ള ബ്രാഞ്ചാണ്. എന്നിരുന്നാലും നമുക്കിത് ബോർഡറിലാണ് പറഞ്ഞത്, കൊല്ലം തിരുവനന്തപുരം ബോർഡറിലാണ് വരുന്നത്. അതുപോലെ തന്നെ പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ KK കോണം. ഈ കാണുന്നുണ്ടോ, ഈ കാണുന്ന ഓറഞ്ച് ഫുള്ള് കായോടുകൂടി, നിറയെ കായോടുകൂടി. എങ്ങനെയുണ്ട് ഈ കാണുന്നത്? വളരെ നല്ലത്. ഞാൻ ഒരുപാട് ഫാമിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും ചെറിയ തൈകളിൽ ഓറഞ്ച് പിടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചൈനീസ് ഓറഞ്ചാണ്. ചൈനീസ് ഓറഞ്ച് നിറയെ കായോട് കൂടി. ഇനി ഇവിടെ നിൽക്കട്ടെ, ഇതാ ഒന്ന് കണ്ടു നോക്കി, ഒന്ന് ഇതിലേക്ക് ഒന്ന് അടുപ്പിക്ക്. ഇതാ ഇതൊന്ന് പറിക്കാണ് കേട്ടാ. മാടാ ഇതൊന്ന് കഴിക്ക്, ഒന്ന് പൊട്ടിച്ച്, ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഒന്ന് കഴിച്ചു നോക്കിയേ. നല്ല മധുരമുണ്ട്. നല്ല മധുരല്ലേ? ഇല്ല മധുരം. എനിക്ക് നോമ്പാണ്, ഞങ്ങൾക്ക് നോമ്പാണ്, മോനിക്ക് നോമ്പാണ്. അതായത് ഒരു ഫാമിലും ഓറഞ്ച് പിടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു കുഞ്ഞ്, അതായത് ഈ ഒരു ചെറിയ ഒരു വെള്ളത്തിൽ
അതെ അതെ ഓറഞ്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതം തന്നെയാണ്. അതെ 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 അതെ. അതുപോലെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴേ ഒട്ടുമിക്ക പഴച്ചെടികളിൽ എല്ലാത്തിലും കായ്കൾ. അതെ അതെ. ഈ കൊടുവേനലിൽ തന്നെ ഇത്രയൊക്കെ കിട്ടുക. ഇത് നഴ്സറിയിൽ നമ്മൾ നഴ്സറിയെ സംബന്ധിച്ചിടത്തോളം നഴ്സറിയുടെ പരിപാലനവും അതിൻ്റെ ഒരു കെയറിങ്ങും കാര്യങ്ങളും കൊണ്ടാണ്. ഇത് കൃത്രിമമായിട്ട് ഒന്നും കായ്പിക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും കാറ്റഗറികളുണ്ടാവും. ഇപ്പോൾ നമ്മൾ നാടൻ കോഴിയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നാടൻ കോഴിയിൽ തന്നെ നമുക്ക് ഡെയിലി, അതായത് ഗിരിരാജന് മറ്റ് ഡെയിലി മുട്ടയിടുന്ന ബ്രോയിലർ കോഴികൾ, മറ്റ് ഐറ്റംസുകൾ 45 ദിവസം കൊണ്ട് ഇറച്ചിയാവുന്ന കോഴികളൊക്കെ ഉണ്ടല്ലോ. ഇതേപോലെ എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഓരോ വെറൈറ്റി ഉണ്ട്. അതായത് ഇപ്പം ഓറഞ്ചിലാണെങ്കിൽ 6 മാസം കൊണ്ട് കായ്ക്കുന്നുണ്ട്, 1 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്, ഇനി 5ഉം 8ഉം വർഷം എടുത്ത് പ്രായം എടുത്ത് കായ്ക്കുന്നുണ്ട്. പ്ലാവിലാണെങ്കിലും നമുക്ക് വിയറ്റ്നാം സൂപ്പർ വെള്ളി 1 കൊല്ലം കൊണ്ടാണ് കായ്ക്കുന്നത്. അതേ സ്ഥാനത്ത് മറ്റ് വെറൈറ്റി ഐറ്റംസുകളാണെങ്കിൽ 3ഉം 4ഉം 5ഉം വർഷം എടുത്ത് കായ്ക്കുന്ന വലിയ മരങ്ങളാവുന്നതുകൊണ്ട് ഉള്ളനുണ്ട്. ഈ ഒരു തൈ വെച്ചാൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടുമല്ലോ. വീട്ടാവശ്യത്തിനുള്ള 1, 2, 3, 4 കായൊക്കെയാണ്. ഇതൊരു ഫാൻസി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും നമുക്കിത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടോ? അടിപൊളി ടേസ്റ്റ് അല്ലേ? ഒന്ന് ക്യാമറമാനും ഒന്ന് കൊടുത്താൽ. അതെ 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 അതെ. ഈ കാണുന്നത് കോശ്ശേരി മാങ്ങയാണ്. ഇതാണ്ടോ നിറയെ മാങ്ങ, നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുള്ള കോശ്ശേരി മാവാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പ്ലാന്റുകൾ നിറയെ ഫ്ലവറും കായും പിടിച്ച ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. ആ വെറൈറ്റികളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഈ ഉണക്കത്ത് ഇത്രയും കായ്കൾ എങ്ങനെ? ഇത് നമ്മളെ പരിപാലനം, ഞാൻ പറഞ്ഞല്ലോ, നഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാവും. കാരണം ഇത് രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ടും വെള്ളവും വളവും അതിന് വേണ്ട ഭക്ഷണങ്ങളും കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമല്ല രോഗപ്രതിരോധ ശേഷികൾ, അതായത് നമുക്ക് സാഫ് പോലുള്ള ഇത് ഫംഗസൈഡ് മറ്റ് കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ കൃത്യമായിട്ടും പരിപാലിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇത് കായ്ച്ചിരിക്കും. അതായത് ഇത്രയും ചെറിയ മാവിൽ അതെ, അങ്ങോട്ട് എന്താണോ നമ്മൾ കൊടുക്കുന്നത് തിരിച്ച് നമുക്ക് അതിനേക്കാളും 10 പ്രതീക്ഷിക്കാം. മാതളം. അപ്പോൾ ഈ കാണുന്നത് മാതളാണ്, അതായത് അനാർന്നൊക്കെ പറയും. ഈ കാണുന്നത് വേണ്ട ഫുള്ള് നിറയെ ഫ്ലവറോട് കൂടിയിട്ടുള്ളത് അനാറാണ്. നല്ല രീതിയിൽ, അതായത് ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ഇതിൽ വലിയൊരു കായൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചതാണ്. ഇപ്പം ഇതിൽ കായൊക്കെ ഈ വലിപ്പത്തിലുള്ള കായേ ഉള്ളൂ ഇപ്പം നിലവിൽ. ഇനി ബാക്കിയൊക്കെ കായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ആ ചെറിയ ക്വാണ്ടിറ്റി കൂടെ നമുക്കൊന്ന് കണ്ടിട്ടിടാം. അപ്പൊ ഈ കാണുന്നത് നമ്മളെ പേരൊക്കെയാണ്, തായ്പിങ്ക് പേര. കണ്ടോ? അതെ, തായ്പിങ്ക് പേര. ഈ തായ്പിങ്ക് പേര നിറയെ കായോട് കൂടിയാണ് നിൽക്കുന്നത്. കണ്ടോ? നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് ഇങ്ങനെ വന്നാൽ ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറിയാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാം. കണ്ടോ? തായ്പിങ്ക് പേരകളൊക്കെ നിറയെ കായോട് കൂടി നിൽക്കുന്നത്. ഏകദേശം പഴുത്ത് 30 ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് മൊട്ട്. ഇത് സീറ്റ് ലൂവി അല്ലേ? ഇത് സീറ്റ് ലൂവിയാണ്. ഈ കാണുന്ന സീറ്റ് ലൂവിയാണ്, NR-ന്റെ സീറ്റ് ലൂവിയാണ്. ഫുള്ള് ഫ്ലവർ ആണ് മേഡം. ഇതിൽ അത്രയും നിറയെ രീതിയിൽ ഇത്രയും പ്രായത്തിലേ കായ്ക്കൂ? അതെ, ചെറിയ പ്രായത്തിൽ തന്നെ കായ്ക്കും. ചെറിയ പ്രായത്തിൽ. അതെ അതെ, ബഡിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് ഇത് നേരത്തെ കായ്ക്കുന്നത്. ഇതിന്റെ തൈകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മേഡം എന്താ കണ്ടോ, സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആണ്. ഇതും നല്ല നിറയെ ഫുള്ള് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അതെ അതെ, കായായിട്ട് ഇവിടെ ഉണ്ട് കായ. ചെറിയ കായ്കളാണ്, വലിയ കായ്കളായി വരുന്നേ ഉള്ളൂ. സീസൺ. അതെ അതെ.
റംബൂട്ടാൻ NIT ആണ്. ഈ കാണുന്ന നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇതാ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകളാണ്. എന്നെക്കാളും നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റുകൾ കണ്ടോ. നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകളാണ്. ഈ വർഷം ഇത് കായ്ക്കും. അതെ അതെ, ഏകദേശം ഈ വർഷം തന്നെ ഇത് കായ്ക്കുന്ന പ്ലാന്റുകളാണ്. ഇതുപോലെ തന്നെ ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു 1000 പ്ലാന്റുകൾ നമ്മളതിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ചെറുതുകൊണ്ട് നല്ല വലിപ്പമുള്ളത്. നമുക്ക് 200-250 റുപ്യ മുതൽ ചെറിയ തൈകൾ 250 റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് അടുത്ത വർഷം കായ്ക്കും. അതെ അതെ, ഏറ്റവും ചെറുതാണ് 250 റുപ്യ. ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നറിയില്ല. ഇനി അതിന്റെ മുകളിലുള്ള ഓരോ സ്റ്റെപ്പുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഈ കാണുന്ന നാംഡോക്മായാണ്. നാംഡോക്മായ ഫുള്ള് ഫ്ലവറാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് എല്ലാ മാവുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്ന് നേരത്തെ കായ്ക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ പ്ലാന്റിന്റെ ഹെൽത്ത് കണ്ടില്ലേ, ഏകദേശം 1.5-2 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ നിറയെ കായാണ്, ഫുള്ള് കായാണ്, നല്ല ഫ്ലവറും ആണ്. ഇതിൽ ഒരുപാട് കായ പിടിച്ചതും ഫ്ലവർ വന്നതായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഈ സമയത്തെ ട്രെൻഡും കൂടിയാണ് ഈ കാണുന്ന നാംഡോക്മായി. മൊത്തം മാവുകളും എത്ര വെറൈറ്റി ഉണ്ട്? മാവുകൾ നമുക്ക് ഏകദേശം ഒരു 100 വെറൈറ്റിക്ക് മുകളിൽ തന്നെ ഇപ്പൊ അവൈലബിൾ ആണ്. 100 വെറൈറ്റി മാവുകൾ അതെ അവൈലബിൾ ആണ്. അത് ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ ലീഫ് പ്ലാവാണ്. നിറയെ ചക്കയോട് കൂടിയുള്ള വിയറ്റ്നാം സൂപ്പർ ലീഫ് പ്ലാവ് നമ്മളതിൽ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി പ്ലാന്റുകളൊക്കെ നല്ല നിറയെ ചക്കയോട് കൂടി തന്നെ നമുക്ക് 850 റുപ്യൻ്റെ ഒക്കെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അത്രയും റേറ്റിന്, അത്രയും ചീപ്പ് റേറ്റിന് വരെ അവൈലബിൾ ആണ്. അതായത് 850 രൂപയ്ക്ക് നമുക്ക് ചക്കയോട് കൂടി കൊണ്ടുപോവാം. വലിയ കവറിലിരിക്കുന്നത് നമുക്ക് കൊണ്ടുപോവാം. അപ്പം 100 കണക്കിന് നമ്മളതിൽ വെറൈറ്റികളാണുള്ളത്. മാവിൻ്റെ വെറൈറ്റികൾ 100 കണക്കിനുണ്ട്. നമുക്ക് വരുന്നത് നാംഡോക്മായി, മിയാസാക്കി, അത് തന്നെ കുളമ്പ്, കോട്ടർകുണം, മൂവാണ്ടൻ, അതുപോലെ തന്നെ പല വെറൈറ്റികൾ ഐറ്റംസുകൾ നമ്മളതിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റെഡ് ബനാന, യെല്ലോ ബനാന ഇങ്ങനെയുള്ള ഐറ്റംസുകൾ, ബോംബെ മാവ് അടക്കമുള്ള പല വെറൈറ്റികളും നമ്മളതിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്കിപ്പം ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത്. നമുക്ക് ഹെൽത്തി പ്ലാന്റുകളാണ് എല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്നതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. അപ്പം മാഡത്തിന് നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റുകളാണ്. ആ നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പഴയതുപോലെയല്ല, നമ്മളെ കയ്യിൽ പുതിയ ഒരുപാട് ന്യൂ വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റിയാണ്. അതിൽ പെട്ട ഒന്നാണ് നമ്മളെ കിവി, അതുപോലെ തന്നെ അതെ കിവി ഫ്രൂട്ട്, അതുപോലെ തന്നെ അരസ പോയി, അതുപോലെ തന്നെ സ്വീറ്റ് കൊറോഡ ചെറി, അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇന്തോനേഷ്യൻ പ്ലംസ്, അതുപോലെ ഒരുപാട് വെറൈറ്റികളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളതിൽ ലിപ്പോട്ട് വന്നിട്ടുണ്ട്. ലിപ്പോട്ടിൻ്റെ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട്. പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലം ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം നമുക്ക് ഇവിടെ നന്നായിട്ട് പേഴ്സിമൺ ഫ്രൂട്ട് ഇതാ കണ്ടോ, നല്ല വെറൈറ്റി ഉള്ള പേഴ്സിമൺ ഫ്രൂട്ട്. അതുപോലെ തന്നെ എനാഗ്ര ചെറി എന്ന് പറയുന്ന ഒരു ഐറ്റം, ഇങ്ങനെയുള്ള ഐറ്റംസുകൾ. റിയോ ഗ്രാൻഡ് ചെറി അതും വന്നിട്ടുണ്ട്. ഇങ്ങനെ പല വെറൈറ്റികളായിട്ടാണ് നമ്മളതിൽ കൂടുതൽ ക്വാണ്ടിറ്റികൾ സാധനങ്ങൾ ഐറ്റംസുകൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ലോങ്ങന്. ഇത് 4 സീസണാണ്. ഇത് നിറയെ കായ പിടിച്ചിട്ടുള്ള. അതെ അതെ, നിറയെ ഈ പ്രായത്തിൽ തന്നെ കായ്ക്കും. അത് ചെറിയ, അതായത് നമ്മൾ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ലോങ്ങനിൽ നിന്നാണല്ലോ ഇത് ഗ്രാഫ്റ്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നിറയെ കായ്ക്കുന്നതാണ്. ഇതിന്റെ ചെറിയ മുളകളൊക്കെ ഇങ്ങനെ വരും. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചു കൊടുക്കണം. അതായത് അടിയിൽ നിന്ന് നമ്മളെ റൂട്ട് സ്റ്റോക്കിൽ നിന്നായിരിക്കും ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ നമ്മൾ പൊട്ടിച്ച് ക്ലീൻ ആയി കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് 4 സീസണ്, അതുപോലെ തന്നെ വൈറ്റ് ലോങ്ങന്, അതുപോലെ തന്നെ ഡയമണ്ട് ഷുഗർ, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പുതിയ നേരത്തെ ഒരു ഐറ്റംസ് അതിൽപ്പെട്ടതാണ് നമ്മളെ ഗ്രൂമി ചാമ്പ. ഗ്രൂമി ചാമ്പ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികളാണ് ഇപ്പം ന്യൂ ആയിട്ട് വന്നിട്ടുള്ളത്, പുതിയതായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ജബോട്ടിക്കാവയാണ്. ഈ ജബോട്ടിക്കാവ നിറയെ കായോടുകൂടി മുകളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം ഒരു വീട്ടിൽ ആവശ്യം. അതെ, ഒരെണ്ണം ആവശ്യമാണ്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് നമുക്ക് നമ്മൾ ഒറിജിനൽ മുന്തിരി ഉണ്ടല്ലോ, അതെ, ഏകദേശം അതിനോട് സാമ്യപ്പെട്ട ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ കാണുന്നത് കെൽഡാനാണ്. കെൽഡാൻ നല്ല ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മെൻഡാവ ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങി വരണുള്ളൂ. ഞാൻ ആദ്യമായിട്ടൊക്കെ. അതെ അതെ, മെൻഡാവ എന്ന് പറയുന്നത് നമ്മളെ ഏകദേശം ചക്കയോട് സാമ്യമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. നല്ല രസമുള്ളൊരു മറ്റൊരു വെറൈറ്റി ആണ്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ അയണിച്ചക്ക എന്നൊക്കെ പറയുന്ന അതിനോട് സാമ്യപ്പെട്ടതാണ് ഈ കെൽഡാൻ എന്ന് പറഞ്ഞ ഐറ്റം. അപ്പോൾ ഈ കാണുന്നതാണ് പെർഫ്യൂം ഗുവ. പെർഫ്യൂം ഗുവ നല്ല ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ നമ്മളതിൽ അവൈലബിൾ ആണ്. പെർഫ്യൂം ഗുവയുടെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ഇപ്പം നമുക്ക് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഇതാ വന്ന് നോക്കി, ചിക്കൻ ഗ്ലോ മൾബറി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ചിക്കൻ ഗ്ലോ മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല ലെങ്ത് ഉള്ള നമ്മളെ മൾബറിയാണ്. അതായത് നമ്മളെ ബ്രസീലിയൻ മൾബറിയും പാകിസ്ഥാൻ മൾബറിയും ഒക്കെ വേറെ ഐറ്റംസ് തന്നെ ഉണ്ട്. അതിൽ പെട്ടല്ല, അതിനേക്കാളും മറ്റൊന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളതാണ് ഈ ചിക്കൻ ഗ്ലോ മൾബറി. ലീഫും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലീഫും ഉള്ളതാണ് ഈ ചിക്കൻ ഗ്ലോ മൾബറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെസ്യൂസു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കെസ്യൂസു ഫ്രൂട്ട്. ഇതും നമ്മുടെ കയ്യിൽ ഇപ്പൊ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കെസ്യൂസു ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന വെച്ചാലേ കിങ് കോങ് ചാമ്പ എന്നാണ് പറയുന്നത്. കിങ് കോങ് ചാമ്പ. ഈ കിങ് കോങ് ചാമ്പ നമുക്ക് ഡൽഹരി ചാമ്പ, ബെൽജാമ്പ, ബാലി ചാമ്പ, ഉമ്മർ ചാമ്പ ഇങ്ങനെ പറയുന്ന പല വെറൈറ്റി ഐറ്റംസ് ചാമ്പകളും നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. അത് പോരാഞ്ഞിട്ട് അതിൽപ്പെട്ട തന്നെ പുതിയ വെറൈറ്റികളാണ് കിങ് കോങ് ചാമ്പ, ഇന്തോനേഷ്യൻ മധു ചാമ്പ, ഇന്തോനേഷ്യൻ മധു ചാമ്പ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആണ്. നന്നായി ബ്രാഞ്ച് വരുന്നു. അതെ, നല്ല രീതിയിൽ ബ്രാഞ്ച് വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. തായ് പിങ്ക് പേര ചാമ്പ. അതെ അതെ. ഈ കാണുന്നത് നമ്മളെ റെഡ് ആപ്പിൾ പേര എന്നാണ് ഇതിന്റെ പേര്. റെഡ് ആപ്പിൾ പേര തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുരുവൊന്നുമില്ല. അതായത് നമ്മളെ എന്താണ് ജപ്പാൻ പേരയുടെ മറ്റൊരു വെറൈറ്റി. നല്ല ടേസ്റ്റിയാണ്. ജപ്പാൻ പേര് നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ആ ജപ്പാൻ പേരുടെ അതേ രീതിയിൽ തന്നെ കാറ്റഗറിയിൽപ്പെട്ട ഒരു പേരയാണ് റെഡ് ആപ്പിൾ പേര എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റിയാണ്, കുരു ഇല്ലാത്തൊരു ഐറ്റം ആണ്. അതെ, കണ്ടമാനം നിറയെ മൊട്ടും പൂവക്കായ നല്ല ഹെൽത്തി പ്ലാന്റുകൾ. ഈ കാണുന്നത് സഡാവർ ചെറിയാണ്. സഡാവർ ചെറി നല്ല ഫ്ലവർ ഉള്ള നിറയെ കായ്കളുള്ള ഐറ്റംസ് സഡാവർ ചെറി. നമുക്ക് ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതെ, നല്ല സെയിലുള്ളതാണ് സഡാവർ ചെറി. നമുക്കത് പറിച്ച് കഴിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും. ഭയങ്കര സംഭവം അല്ലെങ്കിൽ പോലും ഇത് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഈ കാണുന്നത് ബേറാപ്പിളാണ്. കാശ്മീരി ബേറാപ്പിളാണ് ഈ കാണുന്നത്. അത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇപ്പൊ അവൈലബിൾ എവിടെയും കിട്ടാൻ വലിയ പ്രയാസമാണ്. കാശ്മീരി ആകുമ്പോഴേ ഫ്രൂട്ടിന് വലിപ്പം കൂടുതൽ വരും. നല്ല നല്ല ടേസ്റ്റും ആണ്. നല്ല വലിപ്പമുള്ള അത്യാവശ്യം തരക്കേടില്ലാത്ത ഐറ്റം ആണ് കാശ്മീരി ബേറാപ്പിള്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഏകദേശം ചുവപ്പ് തന്നെയാണ് കളർ വരുന്നത്. റെഡാണ്, പക്ഷെ പൂ ഇപ്പോഴേ തന്നെ ഉണ്ട്. അതെ അതെ. ഈ കാണുന്ന തായ് പിങ്ക് പേരാണ്. കണ്ടോ, തായ് പിങ്ക് പേര ഏറ്റവും ചെറിയ പ്ലാന്റിൽ തന്നെ എത്രയോ നിറയെ കായാണ്. ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് ഇവിടെ നമുക്ക് സെയിലിംഗ് ഉള്ളത്. പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആണ്. തായ് പിങ്ക് പേര നല്ല ടേസ്റ്റിയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഈ കാണുന്നത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാണ്. ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് നിറയെ കായോട് കൂടി നിൽക്കുന്ന ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാണ്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എണ്ണം കൂടുതലാണ്, നല്ല എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി പ്ലാന്റുകളാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ പ്ലാന്റ് തന്നെ നമുക്ക് പഴം വരും, നല്ല രീതിയിൽ പഴവും വരും. ഈ കാണുന്ന അമ്പഴങ്ങയാണ്. അമ്പഴങ്ങ കണ്ടോ, നിറയെ ഫ്ലവർ ആണ്. അതെ, സ്വീറ്റ് അമ്പഴം. സ്വീറ്റ് അമ്പഴം നിറയെ കായാണെന്ന് വെച്ചാല് നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകളാണ്. എത്ര കണ്ട് ഹെൽത്തി എന്ന് വെച്ചാൽ അതിന്റെ അടിയിലോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്ര ഹെൽത്തി പ്ലാന്റുകളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അത്ര നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഇസ്രായേൽ ഓറഞ്ചാണ്. ഇസ്രായേൽ ഓറഞ്ച് നിറയെ ഫ്ലവർ, ഒരെണ്ണത്തിന് പോലും കായോ പൂവോ ഇല്ലാത്ത ഒരു ഐറ്റം ഇല്ല. അത്ര നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കണ്ടോ, ഇതൊക്കെ ഒരുപാട് നല്ല പഴുക്കണം കേട്ടോ. പഴുത്താലാണ് ഇത് അത്യാവശ്യം കഴിക്കാൻ കഴിയുക.
മാങ്ങ ഇത് നീലമാണോ? ഇല്ല, ഇത് കാലാപ്പാടി മാവാണ്. നമ്മൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഡ്രമ്മിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മാങ്ങ പിടിച്ചതോടുകൂടി മാങ്ങ പിടിച്ചതും പിടിക്കാത്തതും ആയിട്ടുള്ള പ്ലാന്റുകൾ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ഡ്രമ്മ് അടക്കമുള്ള എല്ലാ ഐറ്റംസുകളും അതിന്റെ എക്യുപ്മെന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ, അങ്ങ് കണ്ടോളി, നോക്കി ലോങ് വരെ കണ്ടോളി. എത്രയോ പ്ലാന്റുകളാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാമോ? ഈ രീതിയിൽ എല്ലാത്തിലും കായും മാവും ഫ്ലവറും ഒക്കെ ഉള്ള മാങ്ങയൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസുകൾ നമ്മളിലുണ്ട്. നാംടോക്ക് മായി, അതുപോലെ തന്നെ കാലാപ്പാടി, അതുപോലെ തന്നെ നമുക്ക് കോട്ടറുകുണം, കുളമ്പ്, അതുപോലെ തന്നെ അൽഫോൺസ, മൂവാണ്ടൻ, ഇങ്ങനെയുള്ള പല വെറൈറ്റി ഐറ്റംസുകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ മറ്റ് എല്ലാ ഫ്രൂട്ടുകളും നമ്മൾ ഡ്രമ്മിൽ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ 200 തരം മാവുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു മാവ് ഇതുപോലെ സെറ്റ് ചെയ്ത് ഏത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് ഏത് ചെടിയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ നമുക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് വേണ്ട ചട്ടികൾ, അതുപോലെ തന്നെ വട്ടികൾ, അതുപോലെ തന്നെ മറ്റ് ഐറ്റംസുകൾ, നമുക്ക് ചെറിയ ചെറിയ പോട്ടുകൾ, ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമ്മളെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെറിയ പോട്ടൊക്കെ ആകെ 10 റുപ്യ, 8 റുപ്യ, ഇതൊക്കെ 15 റുപ്യ ഉള്ളൂ. അങ്ങനെ ആ കാറ്റഗറിയിൽ തുടങ്ങുന്ന ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ 8 റുപ്യ ഉള്ളൂ, വെറും 8 റുപ്യ. അത്രയും ചെറിയ വിലയ്ക്ക് തുടങ്ങുന്ന പ്ലാന്റുകളുടെ നമുക്ക് പോട്ടുകൾ ഐറ്റംസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ, ഒരുപാട് വെറൈറ്റികൾ, ഒരുപാട് നമുക്ക് എന്താ പറയുക, ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയതും ചെറിയ മണ്ണുമാന്തികളും അടക്കമുള്ള ഐറ്റംസുകൾ നമ്മളിൽ അവൈലബിൾ ആണ്. പിന്നെ ചെറിയ ഐറ്റംസുകൾ, പിന്നെ ആവണക്കെണ്ണ പോലുള്ള നമുക്ക് കീടനാശിനികൾ, ജൈവ കീടനാശിനികളും അതുപോലെ തന്നെ ജൈവ വളങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സ് പഴത്തോടു കൂടി തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.